പറയടോ, എന്താ താൻ കാണണോന്ന് പറഞ്ഞേ? പ്രകാശ്, നമ്മുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു വഴി ഉടനെ കണ്ടെത്തണം. വീട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരു ചായ കുടിച്ചിട്ട് സംസാരിച്ചാലോ? രാവിലെ മുതൽ ഭയങ്കര സ്ട്രെയിനാ, അതിന്റെ ഒരു തലവേദനയുണ്ട്. ഒപ്പം ഞാനും കൂടി തലവേദന ആകരുതെന്നാണോ പറയുന്നത്? ഹേയ്, താനതിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്നായാലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന കരുതി തന്നെയാണല്ലോ നമ്മൾ സ്നേഹിച്ചതും ഒരുമിച്ച് കഴിയണമെന്ന് ആഗ്രഹിച്ചതും. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും ഒന്നും അല്ലല്ലോ നമ്മുടെ വീട്ടുകാർക്കുള്ളത്. അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ അവർ ശ്രമിക്കും. നമ്മളപ്പോ എന്ത് ചെയ്യണം? നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ ശ്രമിക്കണം. തനിക്കറിയാലോ, വലിയൊരു ദുരന്തത്തിൽ എനിക്ക് എന്റെ എല്ലാരെയും നഷ്ടപ്പെട്ടതാണോ? ഉച്ചവരും ഉടയവരും ഇല്ലാത്തവര് ഈ ഭൂമിയിൽ വേസ്റ്റ് ആണോ? ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്ന ബ്രെയിൻ ഡെത്ത് ഒറ്റപ്പെടൽ, അതിന് എനിക്കൊരു പുനർജന്മം തന്ന ആളാതാൻ. തന്റെ സ്നേഹമാണ് എന്നെ ഞാനാക്കിയത്. ആ സ്നേഹം നഷ്ടപ്പെടാൻ മനസ്സുകൊണ്ട് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. കാരണം എനിക്ക് ഈ ജീവിതത്തിൽ കൂട്ടായിട്ട് താൻ വേണോടോ. പക്ഷെ അതിനെനിക്ക് സമയം തരണം. സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങാതെ എനിക്കൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല ഇപ്പോ. പിന്നെ എന്നെ പഠിപ്പിക്കുന്ന ഒരു സ്പോൺസറുണ്ട്, എന്റെ ശാലിനി ചേച്ചി. അവരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡോക്ടറാവാനുള്ള മോഹമായി തന്റെ മുന്നിൽ നിൽക്കുന്നത്. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ മനസ്സുകൊണ്ട് കൊടുത്തിരിക്കുന്നതും ആ ചേച്ചിക്ക് തന്നെയാണ്. ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ചേച്ചി എതിര് നിൽക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്ക് നല്ല മനസ്സാ എന്റെ ശാലിനി ചേച്ചിക്ക്. പോയി കണ്ടില്ലേ രാഘവേട്ട, ഞാൻ ചോദിച്ചത് ഇന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മോന്റെ നെട്ടോട്ടം കണ്ടില്ലേ? പണം നഷ്ടപ്പെട്ടു. അത് അവൻ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുക. ഹൈദ്രോസ് പണം കൊടുത്തതേ 2 തവണയായിട്ടാ. 2 തവണ. അത് അയാൾ എന്നോട് പറയുകയും ചെയ്തു. ഒരാളുടെ കയ്യിൽ നിന്ന് 2 തവണ പണം നഷ്ടപ്പെടുവോ? പണമല്ലേ എന്റെ ഭാമേ. ആവശ്യം വന്ന ആദർശങ്ങളും മാമൂലുകളൊക്കെ നോക്കി നിൽക്കാൻ പറ്റുമോ? ചിലപ്പോ എടുത്ത് ചെലവാക്കി കാണും. അങ്ങനെയാണെങ്കിൽ അത് എന്നോട് അവൻ പറയണ്ടേ? രാഘവേട്ട, ഈ ബിസിനസിന് ആദ്യം വേണ്ടത് വിശ്വാസം, അല്ലാതെ വഞ്ചനയല്ല. ഈ വിശ്വാസവും വഞ്ചനയൊക്കെ അവിടെ നിൽക്കട്ടെ. അതിലുപരിയേ നീ അമ്മയും അവൻ നിന്റെ മകനുമാ. ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാ അവൻ പണം എടുത്തേക്കുന്നേ. രാഘവേട്ടെ, അവനെ ന്യായീകരിക്കൊന്നും വേണ്ട. ഇതെല്ലാം അവന്റെ അടവാ. അവൻ പണം മറിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാ അവനിപ്പോ ഫോൺ വന്നതും വെപ്രാളപ്പെട്ട് ഓടിപ്പോയതും. ഞാൻ ചോദിക്കുന്ന ഇതാ രാഘവേട്ട, എന്തിനാ അവനിങ്ങനെ കള്ളം പറയുന്നത്? അല്ല, ഇത്രയും പണത്തിന്റെ ആവശ്യം അവനെന്താ? എനിക്കതാ മനസ്സിലാവാത്തത്. രാഘവേട്ട, എനിക്ക് എന്റെ ബിസിനസ് നടത്തിക്കൊണ്ട് പോണം. അതിന് ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള കണക്കാ. എനിക്കത് കിട്ടണം. അത് മകനായാലും കൊള്ളാം, അച്ഛനായാലും കൊള്ളാം. അത് ശരി, കേട്ടിലൂടെ പിള്ളേ. ചുമ്മാ ഇരിക്കുന്ന എന്നെ കണക്കിപ്പെടുത്തേക്കുക. അതെന്ത് കാര്യത്തിനാണോ ആവോ? അനു, ശാലിക്ക് എന്താ? എന്തോന്നും മിണ്ടാത്ത എന്താ പറ്റിയേ? എടോ, എന്തോന്നും മിണ്ടാത്ത എന്താ ശാലിക്ക് എന്താ? ഡോക്ടറെ, ശാലിനി കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. തോളിലാണ് വെടിയേറ്റത്, അതിനു വേണ്ടിയിട്ടുള്ളൊരു സർജറി. ആളിപ്പം നല്ല മയക്കത്തിലാണ്. ഡോക്ടറെ, ഞാനൊന്ന് കയറി കണ്ടോട്ടെ? എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി പ്ലീസ് ഡോക്ടറെ. സോറി, അതിപ്പോ അനുവദിക്കാൻ പറ്റില്ല. സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ. മയക്കമൊക്കെ കഴിഞ്ഞൊന്ന് ഉണരട്ടെ,
എന്നിട്ട് സാവധാനം കാണാം. സർ, നിങ്ങളിവിടെ ഉണ്ടാവണം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഓക്കെ സാർ. എന്തായാലും ശരിക്കും അവിടെ നടന്നേ? ആരാ അതിന്റെ പിന്നില്? എങ്ങനെ എന്റെ ശാലിക്ക് വെടിയേറ്റേ? പരത്തിക്കുന്ന് കോളനിയില് ഒരു കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായിട്ട് പോയതാ ഞങ്ങള്. മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകൻ ശിവൻ. അയാളും കൂട്ടാളികളാ കുടിയൊഴിപ്പിക്കലിന് തടസ്സമായിട്ട് നിന്നത്. എനിക്കറിയേണ്ടത് അതല്ല, ആരാ എന്റെ ശാലിനെ ഷൂട്ട് ചെയ്തേ? അതിന്റെ പിന്നിൽ ആരാ? പറ. ഈ പറഞ്ഞ മഹേന്ദ്രനാണോ അതോ അവന്റെ മകൻ ശിവനാ? അതറിയില്ല. ഈ ശിവനാ മാഡത്തെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം ചെയ്തൊപ്പിച്ചിട്ട് നല്ല പിള്ള ചമയം വേണ്ടിട്ട് രക്ഷകനായിട്ട് മാറിയതാണോന്നൊന്നും അറിയില്ല. ആ ബഹളത്തിനിടയിൽ നിന്ന് മാഡത്തിന് രക്ഷകനായി മാറിയത് ശിവൻ തന്നെയാണ്.